ദീർഘവർഷങ്ങൾക്ക് മുൻപ് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതിശക്തനായ ഒരു അഭിഷിക്തനായിരുന്നു ജോൺ അലക്സാണ്ടർ ഡൊവി. 19-ാം നൂറ്റാണ്ടിൽ ശക്തമായി ദൈവത്താൽ പ്രയോജനപ്പെട്ട ഒരു അപ്പോസ്തലൻ, ശക്തമായി ദൈവത്താൽ പ്രയോജനപ്പെട്ട ഒരു അഭിഷിക്തൻ. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധയോടെ കേൾക്കണം. ദീർഘവർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ പതിയെ പതിയെ വളർന്നു വരുന്ന സമയത്ത് അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഒരു സഭയിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ, ഒരു കുഞ്ഞു സഭയുമായി അദ്ദേഹം സന്തോഷത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ, സുദീർഘമായ വർഷങ്ങൾക്ക് പുറകിൽ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്തിലുടനീളം സംഭവിക്കപ്പെട്ടതുപോലെ ഒരു വലിയ മഹാമാരി, കോവിഡ് എന്ന മഹാമാരി നമ്മുടെ മേൽ വന്നതുപോലെ ഒരു വലിയ മഹാമാരി ഓസ്ട്രേലിയയുടെ അകത്ത് വന്നു വീണു. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെ തന്റെ ശുശ്രൂഷ ചെയ്തു വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഓസ്ട്രേലിയ മുഴുവനായി മാരകമായ രോഗത്താൽ പിടിക്കപ്പെട്ടു. ഒത്തിരി മെഡിസിൻ അവർ ട്രൈ ചെയ്തു, ഒത്തിരി വൈദ്യശാസ്ത്രം ഒത്തിരി പ്രയത്നിച്ചു. എന്നാൽ ഈ മഹാമാരിയിൽ നിന്ന് ഒരു മനുഷ്യന് വിടുവിക്കപ്പെടാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് വരെ കണ്ടെത്തിയിട്ടില്ലാത്ത ആ രോഗം ആ രാജ്യത്തെ പിടിച്ചപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി ജനം മരിച്ചു വീഴാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, ജോൺ അലക്സാണ്ടർ ഡൊവി അദ്ദേഹത്തിന്റെ സഭയിലെ ഓരോ മനുഷ്യരും മരിച്ചു വീഴുന്നത് അദ്ദേഹത്തിന്റെ കണ്ണാൽ കണ്ടു. ഏകദേശം 20ഓളം വരുന്ന ആത്മാക്കൾക്ക് അവരുടെ അന്ത്യകൂദാശ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അവരുടെ ശവശരീരങ്ങളിൽ അദ്ദേഹം മണ്ണ് വാരിയിടുമ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒത്തിരി പൊങ്ങി വന്നു. എന്തുകൊണ്ട് ഈ മാരക രോഗം വന്നു? എന്തുകൊണ്ട് ഇതിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഈ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നു? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുമായി ആ മനുഷ്യൻ നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഉയരുന്തോറും അദ്ദേഹത്തിന്റെ സഭയിൽ മരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിനകത്തും ഈ രോഗം വന്നുപെട്ടു. അദ്ദേഹത്തിന്റെ 2 സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്കുന്ന ഒരു സഹോദരി, ഇവർക്ക് 3 പേർക്കും ഈ രോഗത്താൽ പിടിപെട്ടു. അങ്ങനെ അടുത്ത ചില ദിവസങ്ങൾക്കകത്ത്, അടുത്ത ചില മണിക്കൂറുകൾക്കകത്ത് തന്റെ ഭവനത്തിനകത്തും ഈ മഹാമാരിയാൽ രോഗം വരുമെന്ന്, മഹാമാരിയാലുള്ള മരണം വരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ മരണത്തെ കാത്തുകൊണ്ട് ആ മനുഷ്യൻ നടക്കുകയാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇതിന് ഒരു മറുപടി ഉണ്ടോ എന്ന്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടോ എന്ന്. അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമാകാതെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്റെ സഹോദരങ്ങളുടെ മരണം കാണുവാൻ കഴിയാതെ തന്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടി അദ്ദേഹം അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലകത്ത് പരിശുദ്ധാത്മാവ് ഒരു മറുപടി കൊടുക്കുകയായിരുന്നു. ആ മറുപടി ഇതായിരുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. അദ്ദേഹം വേഗത്തിൽ തന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. തന്റെ വേദപുസ്തകം തുറന്നു. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം തന്റെ പുത്രൻ ലോകത്തിൽ അയച്ചു. രോഗം ബാധിച്ച, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും കൊണ്ട് അവൻ സഞ്ചരിച്ചു എന്ന് അവിടെ എഴുതിയിരുന്നു. ഡൊവിക്ക് മനസ്സിലായി, എന്റെ ചോദ്യത്തിന്റെ ഉത്തരം വേറെ ഒരിടത്തുമില്ല, അത് വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. തനിക്ക് ലഭിച്ച ഉത്തരവുമായി ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. വളരെ ആവേശത്തോടുകൂടെ ദൈവം തനിക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയ ഉത്തരവുമായി അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ഇതാ തന്റെ അടുക്കൽ ഒരു വ്യക്തി ഓടി വരികയാണ്. ഡൊവി, വേഗത്തിൽ വാ, നിന്റെ വീടിനകത്ത് മരണം കാത്തുകൊണ്ട് ഒരു വ്യക്തി കിടക്കുന്നു. നിന്റെ ജോലിക്കാരിയായ മരിയ ഇതാ മരിക്കുകയാണ്. ഈ മാരക രോഗത്താൽ, മെഡിസിൻ ഇല്ലാത്ത രോഗത്താൽ ഇതാ അവൾ മരിക്കുകയാണ്. വേഗത്തിൽ വരാൻ പറഞ്ഞു. ആ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഉത്തരത്തെ തന്റെ മാറോട് ചേർത്തുകൊണ്ട് തന്റെ വീടിനകത്തേക്ക് ഓടിക്കയറി. തന്റെ ജോലിക്കാരുടെ റൂമിലേക്ക് പോയപ്പോൾ ഇതാ ആ സഹോദരി അവിടെ മരിച്ചു വീഴുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, അടുത്ത ചില മണിക്കൂറുകൾക്കകത്ത് ഈ സഹോദരി മരിക്കും. ഈ രോഗത്തിന്റെ പ്രത്യേകത, ഈ രോഗം വന്നു കഴിഞ്ഞാൽ മരണസമയത്ത് ഭയങ്കരമായ വേവലാതി ഉണ്ടാകും. ഭയങ്കരമായി അവർ ആംഗ്യങ്ങൾ കാണിക്കും. അവരുടെ പല്ലുകൾ മുറുകെ കടിച്ചു പിടിക്കും. അവരുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകും. ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ആ രോഗി മരിക്കുന്നത്. ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ തന്റെ കണ്ണിന്റെ മുൻപിൽ തനിക്ക് ഇതുവരെ സേവിച്ചു പോന്നിരുന്ന ആ മരിയ എന്ന വേലക്കാരി മരിക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടർ വന്ന് പറഞ്ഞു, കണ്ടില്ലേ അലക്സാണ്ടർ ഡൊവി, ദൈവത്തിന്റെ പദ്ധതികൾ പലപ്പോഴും ഇങ്ങനെയാണ്. പലപ്പോഴും ദൈവം നമ്മെ മരണത്തിലേക്ക് തള്ളിവിടും. എന്നാൽ ഇത് കേട്ടപ്പോൾ ഡൊവിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയില്ല ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ ചോദ്യത്തിന്റെ മറുപടിയുമായിട്ടാണ്. ഇത് പിശാചിന്റെ തന്ത്രമല്ല. ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ഇത് പിശാചിന്റെ തന്ത്രമാണ്. അതിനെ അഴിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്.
ഓ ജീസസ്, തനിക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കിട്ടിയ മറുപടിയായി ആ മനുഷ്യരുടെ മുട്ടുമടക്കി തന്റെ അധരം തുറന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഈ രോഗബന്ധനത്തെ ഞാൻ ശാസിക്കുന്നു എന്ന മനുഷ്യൻ പറഞ്ഞ മാത്രയിൽ ആ സിസ്റ്ററുടെ, ആ സഹോദരിയുടെ ശരീരം നിശ്ചലമായി. ആരോ പറഞ്ഞു, ഡോവി അവൾ മരിച്ചു, അവൾ മരിച്ചു, അവൾ മരിച്ചു. ഡോവി പറഞ്ഞു, അവൾ മരിച്ചതല്ല, അവൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. അടുത്ത ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഇതാ മരണാസന്നയായി കിടന്ന ആ സഹോദരി ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വന്നു. സ്തോത്രം. തന്റെ മറുപടിയുടെ മുമ്പിൽ ഈ അത്ഭുതം കണ്ട ആ മനുഷ്യൻ ഓടി തന്റെ സഹോദരന്റെ ഈ സഹോദരിയുടെ റൂമിലേക്ക് കയറി ചെന്നു. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യമുണ്ടായി. നിങ്ങൾക്ക് കേൾക്കണോ, അടുത്ത വർഷങ്ങൾ ഓസ്ട്രേലിയയിൽ ഒത്തിരി പേർ മരിച്ചപ്പോൾ ഡോബിയുടെ ചർച്ചിനകത്ത് ഒരൊറ്റ മനുഷ്യൻ പോലും മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഉത്തരം ലഭിച്ചവന്റെ സഭയിടകത്ത് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. മരിക്കാൻ വന്ന രോഗികൾ ഡോബി കൈവച്ചപ്പോൾ സൗഖ്യമായി. ഇന്ന് രാത്രി നീ അറിയണം, നിന്റെ സകല ചോദ്യത്തിന്റെ ഈ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്ന് രാത്രി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ നിന്റെ രോഗം എത്ര ആഴമേറിയതായിരുന്നാലും, നിന്റെ പ്രശ്നം എത്ര ആഴമേറിയതായിരുന്നാലും, നിന്റെ കടനീർ ആർക്കും തുടയ്ക്കുവാൻ കഴിയാത്ത എത്ര ആഴത്തിൽ വലിപ്പമേറിയതായിരുന്നാലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ സകല ചോദ്യത്തിന്റെ ഈ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. നിന്റെ രോഗത്തിന്റെ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്ന് രാത്രി ആ യേശുവിനെ വിശ്വസിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ആ യേശുവിൽ വിശ്വസിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി സകല പ്രശ്നത്തെയും മാറ്റി, സകല രോഗത്തെയും മാറ്റി, സകല വേദനയും മാറ്റി, സകല കണ്ണുനീരുകളെയും തുടച്ച് ഇന്ന് രാത്രി നിന്നെ പിന്നെയും എഴുന്നേൽപ്പിക്കാൻ അവർ ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ഉലാടുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ആ യേശുവിനെ നന്ദി പറഞ്ഞോ. എല്ലാവരും come on, come on, come on, come on. കരമടിച്ച് ഇന്ന് രാത്രി ആ യേശുവിനെ നന്ദി പറഞ്ഞു. കരമടിച്ച് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ അവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഇപ്പോൾ ചിലരുടെ അകത്ത് ആ രോഗസൗഖ്യങ്ങൾ നടക്കുന്നു. ചിലരുടെ അകത്ത് ഇന്ന് രാത്രി ആ വിടുതലുകൾ നടക്കുന്നു. കരമടിച്ചതിനെ സ്വീകരിക്കുക. കരമടിച്ച് ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ പ്രശ്നങ്ങൾക്ക് മാറ്റം വരട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ നിരാശകൾ മാറട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ പ്രയാസങ്ങൾ മാറട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ അസമാധാനം മാറട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ ഹാർട്ട് പ്രോബ്ലം മാറട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ രോഗം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.